ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ കണ്ടതിൽ നിന്നും ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വലിയ പൊട്ടിത്തെറിയും മാലപ്പടക്കവും അങ്ങനെയായിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു കരച്ചിൽ പിടിച്ചിൽ ഉള്ള രീതിയിലായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് മെയിനായിട്ടും നടന്നത്. ഇന്നലെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. സ്വേച്ഛാധിപതിയോ ഏകാധിപതിയോ അങ്ങനെ അങ്ങോട്ടൊരു ടാസ്ക്. അതിൽ നമ്മൾ ജിസയിലും നിവിനുമാണ് ജയിച്ചത്. പിന്നെ രേണുസുതി കൺഫെഷൻ റൂമിൽ പോയി കിടന്ന് കരയുന്നതും പിന്നെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. നൂറാദില കുറച്ച് വിഷയമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ ഉമ്മ വിളിച്ചായിരുന്നല്ലോ. അപ്പം അക്ബറിനോട് ഇങ്ങനെ പറഞ്ഞു, അവരുടെ അടുത്ത് അധികം മിണ്ടൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ അത് അക്ബറിനോട് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അകത്തുള്ള കണ്ടസ്റ്റൻസൊക്കെ കേട്ടു എങ്ങനെയോ. അത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചില്ല. ലൈവിൽ കുറച്ചിങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതായിട്ടുണ്ട്. അത് വെച്ചാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായത്. നമുക്കെന്തായാലും എല്ലാത്തിലും ഡീറ്റെയിൽ ആയിട്ട് വരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പം നമ്മുടെ മെയിൻ ഹൈലൈറ്റിലേക്ക് പോവാം. ഇന്നലെ നടന്ന സ്വേച്ഛാധിപതി ടാസ്ക്. അതിലേക്ക് 6 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ചൈത്യ, അനുമോള്, അഭി, അതേപോലെ തന്നെ ജിസേൽ, നെവിൻ, ഒനീൽ. ഇവർ 6 പേരെയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇത് 2 ഗ്രൂപ്പായിട്ടായിരുന്നു ഇവരെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൽ 2 ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെ കളയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. ഇപ്പം ഇവരെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഇവർക്ക് പറ്റിയില്ല. അപ്പം ടീംമേറ്റ്സുമായിട്ട് ബാക്കി ഗ്രൂപ്പ് മേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ടീമിൽ നിന്ന് ജിസയിലും നെവിൻ്റെ ടീമിൽ നിന്ന് ഒനീലിനെ കളഞ്ഞു. മറ്റേ ടീമിൽ നിന്ന് അനുമോളിനെയും കളഞ്ഞെന്ന് പറഞ്ഞാൽ ചുമ്മാ കളയുമല്ല, ഇവരുടെ ഫോട്ടോ കത്തിച്ച് വേണം കളയാൻ വേണ്ടി. ഒനീൽ നൈസായിട്ട് വന്ന് അവൻ്റെ ഫോട്ടോ കത്തിച്ച്. പക്ഷെ അനുമോൾക്ക് അവളുടെ ഫോട്ടോ കത്തിക്കാൻ കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആൾക്കാർ വന്ന് കത്തിച്ചപ്പം അവൾ കിടന്ന് കരയൊക്കെയായിരുന്നു. അങ്ങനെ അവർ 4 പേരും മത്സരിക്കുവാണ്. ഒരു വടംവലി മത്സരമായിരുന്നു. അപ്പം ആദ്യത്തെ 2 മാച്ചിൽ തന്നെ നെവിനും ജിസയിലും ജയിച്ച് അവരങ്ങ് കയറി. ഈ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അവരായിരിക്കും ഇനി അങ്ങ് കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് അവരൊരു രാജാവ് രാജ്ഞിയും പോലെ തന്നെ, ക്യാപ്റ്റനേക്കാളും മുകളിൽ നിൽക്കുന്ന 2 പേര്. ശരിക്കും അവരൊന്ന് യൂട്ടിലൈസ് ചെയ്താൽ നല്ലപോലെ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചുമ്മാ ഒരു പേരിന് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇവർക്ക് അടിമകളായിട്ട് 7 പേരെ കൊടുത്തിട്ടുണ്ട്. റെനയൊക്കെ പിന്നെ പണ്ട് തൊട്ടേ ജിസേലിൻ്റെ അടിമയായിട്ട് തന്നെ അവിടെ ജീവിച്ച് പോകുന്നത്. അപ്പം പിന്നെ അവളൊന്നും സ്പെഷ്യലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അവളല്ലേലും ഒരു അടിമയാണ് ജിസേലിൻ്റെ. അപ്പം നമുക്ക് അടുത്ത ഹൈലൈറ്റിലേക്ക് പോവാം. അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ കരച്ചിൽ. ഈ രേണുസുതി കൺഫെഷൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞ അവസാനം ബിഗ് ബോസ് കയറ്റിയപ്പം അവിടെ കിടന്ന രേണുസുതി കരച്ചിലോട് കരച്ചിൽ. കാരണം പുള്ളിക്കാരത്തിക്ക് അകത്തിരുന്ന് പറ്റുന്നില്ല. സുധിച്ചേട്ടനെ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ. പുള്ളിക്കാരത്തിക്ക് കണ്ടൻ്റ് ഇല്ല, എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പുള്ളിക്കാരത്തിക്ക്. പുറത്തെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ടാസ്കുകളൊന്നും പറ്റത്തില്ല പുള്ളിക്കാരത്തിക്ക് ആ സൈഡിൽ ഒതുങ്ങിയിരിക്കുവാണ് എപ്പോഴും. ഞാൻ പറയുവാണെങ്കിൽ പുള്ളിക്കാരത്തി വീട്ടിൽ പറഞ്ഞു വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടൻറ്റും ഇല്ല, വെറുതെ അങ്ങനെ ഇരിക്കുക പുള്ളിക്കാരത്തി തന്നെ മിക്കവാറും ക്വിറ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു ചാൻസൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടറിയാം. പിന്നത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നൂറ അതിലിനെ പറ്റി അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ ഇവർ കേൾക്കുന്നതെന്ന്. കാരണം അക്ബറിനെ ഒറ്റയ്ക്ക് വിളിച്ചാണ് ഈ കോൾ റെക്കോർഡിങ്സ് കേൾപ്പിച്ചത്. പിന്നെ എങ്ങനെയാണ് ബാക്കി കണ്ടസ്റ്റൻസ് കേട്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ഈ കോൾ റെക്കോർഡിങ്ങിൻ്റെ അവസാനം ഇങ്ങനെ ഈ നൂറ അതില അവരുടെ അടുത്ത് പോയി സംസാരിച്ച് നിൽക്കുകയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ അവർക്ക് 2 പേർക്കും വല്ലാണ്ടങ്ങ് വിഷമമായി. അവർ ഫുള്ളി അങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം വേറെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പം അവർക്ക് എന്തായാലും ഒരു ഇതാകത്തില്ല. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അപ്പം വേറെ വീട്ടിൽ നിന്ന് അറിയാത്തവർ വരെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു വിഷമം വരത്തില്ലേ. അവരപ്പം ഇങ്ങനെ കുറേ നേരം കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അത് വളരെ മോശമായി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പം അക്ബറിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞാണേലും ബാക്കി ആൾക്കാരെ അങ്ങ് അഫക്റ്റ് ചെയ്യത്തില്ലേ, അത് വളരെ മോശം പരിപാടിയാണ്. പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ആര്യൻ്റെ ആസ്ഥാനത്തുള്ള ഡയലോഗടിയൊക്കെ ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഡെയിലി വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ വെറുപ്പിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം വെറുപ്പിക്കുന്നുണ്ട് അവൻ. അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ്റെ തോന്നിയാസമൊക്കെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അത്ര തന്നെ ഉള്ളൂ.
സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നലെ നടന്ന മെയിനായിട്ടുള്ള ഹൈലൈറ്റ്സ്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ഫുള്ളൊരു ശാന്തതയായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ട്വിസ്റ്റുകളും ഫാസ്റ്റായി നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്.